വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെയുണ്ടല്ലോ, ഇന്നൊരു പ്രത്യേക പരിപാടിയാണ്. കാരണം എൻ്റെ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റബ്ബർ ഞാൻ തന്നെ ഒന്ന് വെട്ടിപ്പിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ പപ്പയാണ്. കുറച്ച് റബ്ബറേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് റബ്ബർ വെട്ടാൻ ആരും തന്നെ നമ്മുടെ വീട്ടിൽ വരുന്നില്ല. 10-80 മരമേ ഉള്ളൂ. അത്യാവശ്യം നല്ല പാലൊക്കെ ഉള്ള മരമാണ്. കാരണം പിന്നെ ഈ അടുത്തെങ്ങും റബ്ബർ തോട്ടമൊക്കെ അധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ കുറവാണ്. അപ്പോൾ ഞാൻ തന്നെ നോക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചാച്ചൻ റബ്ബർ തോട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കും എൻ്റെ വീട്ടിലും കുറച്ച് റബ്ബറൊക്കെ ഉണ്ടായിരുന്നത് പപ്പ തന്നെയായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നതൊക്കെ. അപ്പം ഇതൊക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കാൻ പപ്പ തന്നെയാണ് എൻ്റെ ഗുരു. അപ്പം അങ്ങനെ ഞങ്ങളിത് തോട്ടത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റബ്ബർ വെട്ടൊക്കെ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് റബ്ബറൊക്കെ വെട്ടുമ്പം പാലൊക്കെ നല്ലോണം കിട്ടും അല്ലേ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പിള്ളേർ കുഞ്ഞാണ്, അപ്പോൾ അവരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ചെയ്യാമെന്ന് ഓർത്തു. കാരണം നമ്മൾ ഒത്തിരി നാൾ തന്നെ ഓരോരുത്തരോടും പറഞ്ഞ് നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ പങ്കിന് കൊടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് കേട്ടോ. പിന്നെ പല രീതിയിലാണ് ഓരോരുത്തരും ചെയ്യുന്നതൊക്കെ. ഓരോരുത്തരും എന്തോ ലീസിന് എടുക്കണോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കാകെ ഈ ഒരു 80 മരമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഒത്തിരി ആയിട്ടോ ഈ വെട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെട്ടിയത് കൊണ്ട് ബാക്കി ഭാഗം പട്ടം അരച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റേ സൈഡിലേക്കൊക്കെ മാറ്റിയിടണം. അപ്പോൾ അങ്ങനെ ചാച്ചൻ്റെ നമ്മുടെ ആദ്യത്തെ റബ്ബർ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊറിച്ച് ഒക്കെ വിടുന്നുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വെട്ടി ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം ഇത്രയും ദിവസം വെട്ടാതിരുന്നിട്ട് ആദ്യത്തെ ദിവസമൊക്കെ പാലൊക്കെ കുറവായിരിക്കും. പിന്നെ ഇവിടുത്തെ അച്ഛൻ ഒരുപാട് റബ്ബറിൽ കഷ്ടപ്പെട്ട് ഒത്തിരി പണിയെടുത്താട്ടോ ഈ റബ്ബർ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആക്കി തന്നെ. കാരണം അച്ഛന് പെട്ടെന്ന് അച്ഛൻ്റെ മരണം പെട്ടെന്ന് ഓർക്കാപ്പുറത്തായിരുന്നല്ലോ. അച്ഛനുണ്ടായിരുന്നപ്പോൾ ആകെ ഒറ്റ തവണ വെട്ടിയിട്ടുള്ളൂ. പിന്നെ 2 വെട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്കിതിങ്ങനെ തടി നിർത്തിക്കൊണ്ടിരുന്നാലും നമുക്കിത് പാലും കിട്ടാതെയും ശരിക്കും റബ്ബർ പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പഠിക്കാമെന്ന് വെച്ചു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇതിലേക്ക് ചെയ്തേക്കാം. കാരണം ആകെ കുറച്ച് 80 മരമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ആദ്യമൊക്കെ നമ്മളൊരു 3-4 തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചു. അങ്ങനെ ഷീറ്റൊക്കെ ആണെങ്കിലും കുറച്ച് ഇനിയിപ്പോൾ അത് വേനലൊക്കെ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. പിന്നെ നിറച്ച് പള്ളയായതുകൊണ്ട് കുറച്ച് പള്ളയൊക്കെ ഞാൻ ഓരോ റബ്ബറിൻ്റെ ചുവടും നടന്ന് റബ്ബറൊക്കെ എന്താ പറയുക ഒന്ന് വെട്ടി ക്ലീനാക്കി നടക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 ദിവസത്തെ പണിയായിരുന്നു കേട്ടോ. റബ്ബറിൻ്റെ ചുവട്ടിൽ നിറച്ച് പുല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കി. പിന്നെ കുറച്ച് റബ്ബറിന് ചില്ലും ചിരട്ടയൊക്കെ ഒന്നും ഇല്ലായിരുന്നു. അത് പുതിയത് കുറച്ച് ചില്ലും ചിരട്ടയൊക്കെ ഞങ്ങൾ മേടിച്ചു. എല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വെട്ട് ചാച്ചൻ വെട്ടി ചെയ്യുന്നു. ഞാനിനിയൊരു ചെറിയൊരു കേടായ ഒരു മരമുണ്ട്, അതിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കത്തിയൊക്കെ പിടിക്കുന്ന ഒരു പാങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കത്തി ഒരു ടെക്നിക്കല്ല. നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ്, നമ്മുടെ കൈയും ഒരു ടെക്നിക്കിലാണ്. അത് ചെയ്യുന്ന കൂർമ്പിച്ച ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു തടിയിലേക്ക് എങ്ങനെ ചേർത്ത് വെച്ച് എങ്ങനെ വെട്ടാം ആ ഒരു നൈസിന് നമ്മൾ വെട്ടിയിരുന്നു. ഞാൻ കുറച്ച് നമ്മുടെ യൂട്യൂബിലൊക്കെയാലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ട് ക്ലാസ്സൊക്കെ അതും കണ്ടു. കൂടാതെ നമ്മൾ ഇത് വെട്ടുന്നതൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നോക്കാം. നമ്മൾ പതുക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഈ ഒരു ഡ്യൂട്ടിയിലേക്ക് ഞാൻ കയറി വന്നത്. ഇച്ചിരി കട്ടണോ ഇവിടെ അവിടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ റബ്ബറൊക്കെ വെട്ടി നടക്കുവാണ്. അങ്ങനെ റബ്ബർ വെട്ടൽ ഉദ്ഘാടനം ഇന്ന് തുടങ്ങി. ആദ്യമായിട്ടാട്ടോ ഈ പരിപാടിക്കൊക്കെ പോകണം. കാര്യം പറഞ്ഞാൽ കുറച്ച് റബ്ബറേ ഉള്ളൂ കേട്ടോ. നമ്മൾ നോക്കാം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ വലിയ താമസമൊന്നുമില്ല. പിന്നെ കുറച്ച് കാടൊക്കെ ഉണ്ട്. നമ്മൾ പപ്പ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ടുള്ള സമയത്ത് വെട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ. റബ്ബർ വെട്ടുന്നതിന് ഇങ്ങനെ സമയം അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ? അങ്ങനെയാണോ? വെളുപ്പിനെ? ഓ, വെളുപ്പിനെ ഈ കാട്ടിലേക്ക് ആരും കയറി വരാനാ?
ഒരു പിള്ളേരെ 8:30 പോരും, 9 മണിയാകുമ്പോൾ വെട്ടാണ്ടിറങ്ങിയാൽ പോരെ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാല് വീണ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒട്ടുപാലാക്കുവാണെങ്കിൽ ഇത് 1.5 വെട്ടണ്ടേ? അത് കഴിഞ്ഞിട്ട് ഈ 1.5 വെട്ടുമ്പോൾ പിറ്റേ ദിവസം വെട്ടാൻ വരുമ്പോൾ ഒട്ടുപാൽ എടുത്താൽ മതി. എങ്ങനെയാ? അങ്ങനെയാ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പം കേട്ടല്ലോ അല്ലേ? അപ്പം നമുക്ക് ഒട്ടുപാലാക്കാൻ നമുക്ക് ഷീറ്റടിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒട്ടുപാലാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പാലായിട്ട് കൊടുക്കാനൊന്നും നോക്കും. അപ്പോൾ അത് കുറച്ച് മരങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, കുറച്ച് ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഗുരുവായിട്ട് എൻ്റെ അപ്പൻ തന്നെ എന്നെ വന്ന് റബ്ബർ വെട്ടാൻ പഠിപ്പിച്ചു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പപ്പയ്ക്ക് ശ്വാസം മുട്ടൽ കുറഞ്ഞോ? അങ്ങനെ ഞങ്ങൾ റബ്ബറൊക്കെ വെട്ടി തിരിച്ചു വന്നു. കംപ്ലീറ്റ് ആയില്ല, കുറച്ചും കൂടി ഉണ്ട്.